നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ ആര് ഭരിക്കും എന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കേന്ദ്രത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും പ്രതികാര നടപടികൾ ഉണ്ടാകും നരേന്ദ്രമോദിക്ക്. മൂന്നാം തവണയും അവസരം ലഭിക്കുകയാണെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അത് ചരിത്രത്തിലെ വലിയ പ്രതിസന്ധിയായി മാറും. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് വലിയ ഭീഷണിയായും അത്തരം ഒരു സർക്കാർ മാറും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് ഭരണകൂടങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാവുക. കോൺഗ്രസിനെതിരെ പിളർത്തി ഈ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ബദലിന് BJP ശ്രമിക്കും. പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഏത് പ്രാദേശിക കക്ഷികളെ ഒപ്പം കൂട്ടിയാലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നതിനാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഇതിനായുള്ള അവസരങ്ങൾ BJP ഉണ്ടാക്കി കൊടുക്കും, ഇതും ഉറപ്പാണ്. ഇനി തമിഴ്നാട്ടിൽ ശക്തമായ നിലയിലാണ് DMK ഉള്ളതെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചിത്രം മാറും. നടൻ വിജയ് നേതൃത്വം നൽകുന്ന പാർട്ടി TVK രംഗത്തിറങ്ങുന്നതോടെ കടുത്ത വെല്ലുവിളി നേരിടും DMK. സർക്കാരിന് വീഴ്ത്താൻ ആരുമായും കൂട്ടുകൂടാൻ BJP തയ്യാറാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ BJP ശ്രമിക്കുമെങ്കിലും ഇവിടെ ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ വിലപ്പോകാൻ സാധ്യതയില്ല. എങ്കിലും കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ കേരളത്തിൽ നിന്നും BJPയിലേക്ക് ചേക്കേറാനുള്ള സാഹചര്യം കൂടുതലാണ്. RSS ആസ്ഥാനമായ നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തുക എന്നത് BJPയുടെ അഭിമാന പ്രശ്നമാണ്. ആം ആദ്മി പാർട്ടിയെയും BJP വെറുതെ വിടില്ല. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കെജ്രിവാളിന് നേരെയുള്ള കുരുക്ക് ഇനിയും മുറുകും. ഡൽഹിയിലെയും പഞ്ചാബിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കവും ഉണ്ടാകും. ഹെറാൾഡ് കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ജയിലിലാകുക. BJP മൂന്നാം തവണയും അധികാരം പിടിച്ചാൽ പ്രതികാരദാഹിയായ ഒരു സർക്കാരായി മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഏകീകൃത സിവിൽ കോഡും ഏകീകൃത തിരഞ്ഞെടുപ്പും ഉൾപ്പെടെ BJP പ്രഖ്യാപിച്ച മുഴുവൻ അജണ്ടകളും നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇനി ഇന്ത്യ സഖ്യമാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ വിവിധ കേന്ദ്ര ഏജൻസികളുടെ പൊളിച്ചെഴുത്തായിരിക്കും ആദ്യം ചെയ്യുന്നത്. മോദി സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകും. മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. BJPക്ക് ഒപ്പമുള്ള ഘടകകക്ഷികളെ ഒപ്പം കൂട്ടാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കും. ഈ പറഞ്ഞതൊക്കെ സാധ്യതകളാണ്. അതായത് BJP അധികാരത്തിൽ വന്നാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും ഇന്ത്യൻ രാഷ്ട്രീയ മേഖലയിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതാകട്ടെ യാഥാർത്ഥ്യവുമാണ്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.